നീറ്റ് 2025 എക്സ്പെക്ട് ചെയ്യാവുന്ന അതോടൊപ്പം മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ശ്രദ്ധിക്കാതെ പോകുന്ന NCERT ബേസ്ഡ് കണ്ടന്റുകളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാക്സിമം കൺസെപ്റ്റുകൾ കവർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള 5 ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത പല പാർട്ടുകളിലായാണ് ഈ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ബയോളജി ക്വസ്റ്റ്യൻ സീരീസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് NADPH ഫോർമേഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ PC, സെക്കൻഡ് FD, തേർഡ് PQ, ഫോർത്ത് വൺ FNR. ഒരുപക്ഷെ NCERT അത്ര thorough ആയ വായിക്കാത്ത ആളുകൾക്ക് ഇതെല്ലാം അത്ര തന്നെ ഫെമിലിയർ ആവണമെന്നില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, FNR, ഫെറഡോക്സിൻ NADP പ്ലസ് റിഡക്റ്റേസ് എൻസൈം. ലൈറ്റ് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി NCERT-ൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഡയഗ്രമാണിത്. ഈ ഡയഗ്രത്തിന്റെ റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് FNR മെൻഷൻ ചെയ്തതായി കാണാൻ പറ്റും. ഈ FNR ആണ് ഫെറഡോക്സിൻ NADP പ്ലസ് റിഡക്റ്റേസ് എൻസൈം. ദിസ് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ കാറ്റലൈസിങ് ദ ഫോർമേഷൻ ഓഫ് NADPH. അതേപോലെ പ്ലാസ്റ്റോക്കിനോൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്ലാസ്റ്റോക്കിനോൺ ഈസ് എൻ ഇലക്ട്രോൺ കാരിയർ. പ്ലാസ്റ്റോസയാനിൻ ഈസ് എൻ അനദർ ഇലക്ട്രോൺ കാരിയർ. FD, ഫെറഡോക്സിൻ ഈസ് ഓൾസോ എൻ അനദർ ഇലക്ട്രോൺ കാരിയർ. Correct answer is FNR because FNR is responsible for formation of NADPH. Which of the following cells possess homologous chromosomes? നമുക്കറിയാം ഹോമോലോഗസ് ക്രോമസോം കാണപ്പെടുന്നത് ഡിപ്ലോയിഡ് സെൽസുകളിലാണ്. ഫസ്റ്റ് ഓപ്ഷൻ റൈസോയിഡ് ഓഫ് മാർക്കാൻഷ്യ. ഇവിടെ റൈസോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഹാപ്ലോയിഡ് സെല്ലാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ പ്രോതാലസ് ഓഫ് ടെറിസ്. പ്രോതാലസും ഹാപ്ലോയിഡ് സെല്ലാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ ഗ്യാമിറ്റോഫൈറ്റ് ഓഫ് ടെറിസ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ സെൽ ഓഫ് ലിവർവേർഡ്. Capsule cell of liverwort, that is a correct answer because capsule is a part of sporophyte plant body. It is made up of diploid cells. Fourth option Archegonium cell of Pinus. Idum wrong ആണ് because Archegonium is also haploid because it is also a part of gametophyte. So correct answer is option 3. Which nucleoside is absent in DNA? ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന യുറിഡിൻ ആയിരിക്കാം. പക്ഷേ ആൻസർ ഈസ് ഓൾ ദി എബവ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അഡിനോസിൻ ഈസ് മേഡ് അപ്പ് ഓഫ് അഡിനിൻ പ്ലസ് റൈബോ ഷുഗർ. ഇവിടെ റൈബോ ഷുഗർ ഈസ് പ്രസന്റ് ഇൻ RNA ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഗ്വാനോസിൻ. ഗ്വാനോസിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്വാനിൻ പ്ലസ് റൈബോ ഷുഗർ. ഇനി തേർഡ് ഓപ്ഷൻ യുറിഡിൻ. യുറിഡിൻ ഈസ് മേഡ് അപ്പ് ഓഫ് യുറാസിൽ പ്ലസ് റൈബോസ് ഷുഗർ. ഇവിടെയാണെങ്കിൽ യുറാസിലും റൈബോസും രണ്ടും കാണപ്പെടുന്നത് RNA-യിലാണ്. So the correct answer is all the above because all of these are absent in DNA. DNA-യിൽ കാണപ്പെടുന്ന 4 ന്യൂക്ലിയോസൈഡ്സുകളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിലെല്ലാം കാണപ്പെടുന്ന പെൻറ്റോസ് ഷുഗർ ഡീഓക്സി റൈബോസ് ആണ്. സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ഓഫ് ലാർജർ സബ് യൂണിറ്റ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ റൈബോസോം ഈസ്. നമുക്കറിയാം മൈറ്റോകോൺഡ്രിയയിൽ കാണപ്പെടുന്ന റൈബോസോം 70S ടൈപ്പ് ഓഫ് റൈബോസോം ആണ്. 70S ടൈപ്പ് ഓഫ് റൈബോസോമിൽ 2 സബ് യൂണിറ്റുകൾ ഉണ്ട്, ഒരു ലാർജർ സബ് യൂണിറ്റ് ആൻഡ് സ്മോളർ സബ് യൂണിറ്റ്. Larger subunit is having 50S sedimentation coefficient. So in the given question, larger subunit is asked. So the answer will be 50S. Mitochondria and chloroplast-il കാണപ്പെടുന്ന റൈബോസോമിന്റെ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് 70S ആവാനുള്ള കാരണം അവരുടെ ഒറിജിൻ പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് ഒറിജിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയുടെ പേരാണ് എൻഡോസിംബയോണ്ട് ഹൈപ്പോതെസിസ്. Which enzyme is responsible for the synthesis of snRNA in eukaryotes? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന snRNA ഫോം ചെയ്യുന്നത് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് 3 ആണ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് 3 ഫോം ചെയ്യുന്ന മറ്റ് RNAസുകളാണ് 5S rRNA, tRNA. ഇതിനോടൊപ്പം തന്നെ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു ടൈപ്പ് RNA ഉണ്ട്, അതിന്റെ പേരാണ് SNO RNA. ഈ സ്മോൾ ന്യൂക്ലിയോലർ RNA സിന്തസൈസ് ചെയ്യുന്നത് മറ്റൊരു എൻസൈമാണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് 2. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് 1 സിന്തസൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു RNA കുറിച്ച് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റായി രേഖപ്പെടുത്താം. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.